ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 24, ഒന്നാമത്തെ വായനാ ഭാഗം. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഇസ്സാഖാറിൻ്റെ തലമുറയെ സംബന്ധിച്ച് ഇസ്സാഖാറിൻ്റെ പുത്രന്മാർ, ഇസ്സാഖാറിൻ്റെ ജീനിയോളജിയാണ് കാണുന്നത്. ഈ വംശാവലിയിൽ അദ്ദേഹത്തിൻ്റെ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ എന്നീ 4 മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ പറയാൻ ചുരുക്കം ചില വാക്യങ്ങൾ കൊണ്ടാണ് നിർത്തുന്നത്. 5-ാമത്തെ വാക്യം കൊണ്ട് അവരുടെ സഹോദരന്മാരായ ഇസ്സാഖാർ കുലങ്ങളിലൊക്കെ ഈ വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000. അപ്പം അത് എണ്ണവും പറയുന്നുണ്ട്. 87,000 പേരാണ്. അത് ദാവീദിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ കാലത്ത് ഓരോ മക്കളുടെയും എണ്ണം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവസാനം അത് 87,000 പേർ എന്ന് പറയുന്നത്. പിന്നെ 6-ാമത്തെ വാക്യം മുതൽ കാണുന്ന ബെന്യാമീനർ ബേല, ബേഖർ, യദിയയേൽ, ഇങ്ങനെ 3 പുത്രന്മാർ. അവരുടെ തലമുറകളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അത് 13-ാമത്തെ വാക്യം കൊണ്ട് അത് കഴിയും. പിന്നെ നഫ്താലിയുടെ പുത്രന്മാരെന്ന് പറഞ്ഞിട്ട് അതിൽ 13-ാമത്തെ വാക്യത്തിൽ ഒറ്റ വാക്യം, നഫ്താലിയുടെ പുത്രന്മാർ ഹെസിയേൽ, ഗൂനി, യേസർ, ശല്ലൂം. പിന്നെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. പിന്നെ ബിൽഹയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് മനശ്ശയുടെ ഗോത്രത്തെ സംബന്ധിച്ചാണ് 14-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. മനശ്ശയുടെ പുത്രന്മാർ, മനശ്ശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യോസഫിൻ്റെ 2 മക്കളിൽ മനശ്ശയുടെ കഴിഞ്ഞതിന് ശേഷം എഫ്രൈമിൻ്റെ മക്കൾ എന്നും പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 12 മക്കളാണ്, 12 ഗോത്രങ്ങളാണ്. പക്ഷേ ഈ 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തിന് പ്രത്യേകമായിട്ട് സ്ഥലം അവകാശമായി കൊടുത്തില്ല. ലേവി ഗോത്രത്തിന് സർവ്വ ഇസ്രായേലിനും പങ്കിട്ട് കൊടുക്കുന്നതായിരുന്നു. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെട്ട ഒരു ജനമാക്കി അല്ലെങ്കിൽ ഒരു ഗോത്രമാക്കി ലേവി ഗോത്രത്തെ മാറ്റുകയും, എന്നാൽ ദേശം വിഭജിച്ചപ്പോൾ 11ന്റെ സ്ഥാനത്ത് 12 തന്നെ ദേശം വിഭജിക്കുകയും ചെയ്തു. അത് ജോസഫിൻ്റെ 2 മക്കളെ 2 ഗോത്രമായി എണ്ണിക്കൊണ്ട് യാക്കോബ് അവരെ അനുഗ്രഹിക്കുന്ന കാര്യമൊക്കെ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അവർ 2 ഗോത്രങ്ങൾ, ഇവർ എനിക്കുള്ള മക്കൾ എന്നും പറഞ്ഞാണ് അവർ രണ്ടുപേരെ അനുഗ്രഹിക്കുന്നത്. ഇളയവനെ മൂത്തവനാക്കി അനുഗ്രഹിക്കുന്ന ചിത്രം നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ അവർ രണ്ടുപേരെയും ഗോത്രങ്ങളുടെ പട്ടികയിൽ എണ്ണുകയും അങ്ങനെ 11 ഗോത്രമായിരുന്നത് വീണ്ടും 12 ഗോത്രമായി തന്നെ ദൈവം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ മനശ്ശയുടെ പുത്രന്മാരെ സംബന്ധിച്ചും അതുപോലെ എഫ്രൈമിൻ്റെ പുത്രന്മാരെ സംബന്ധിച്ചും വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് ആശേറിൻ്റെ പുത്രന്മാർ എന്നും പറഞ്ഞാണ് അതും കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെയും എണ്ണം നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. ആകെ പ്രാപ്തരായവർ ആശേറിൻ്റെ പുത്രന്മാർ 26,000 പേർ എന്നും പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഗോത്രങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ വംശാവലി വളരെ ചുരുക്കമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് 1 ദിനവൃത്താന്തം 7-ാം അധ്യായം. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 20-ാം അധ്യായം. ഇവിടെ ആദ്യം വായിക്കുന്നത് 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ മൂപ്പന്മാർ ചിലരുടെ യഹോവയുടെ അരുളപ്പാട് ചോദിക്കാൻ വേണ്ടിയിട്ട് എസ്കേൽ പ്രവാചകന്റെ അടുക്ക വരികയാണ്. അപ്പോൾ അതാണ് ആ ഡേറ്റ് പറയുന്നത്. ഡേറ്റ് 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി. നമ്മൾ എസ്കേൽ പ്രവചനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കും. 30-ാം ആണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും എൻ്റെ തൊട്ട് താഴത്തെ വരികളിൽ യഹോയാക്കീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഇതിൽ വരുന്ന കാലങ്ങളെല്ലാം ആ കാലം വെച്ച് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. 30-ാം ആണ്ട് ആയി, പക്ഷേ യഹോയാക്കീൻ പ്രവാസത്തിലേക്ക് വന്നിട്ട് 5 വർഷമായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ അതാ 7-ാമത്തെ ആണ്ട് 5-ാം മാസം, അതായത് യഹോയാക്കീൻ പ്രവാസത്തിലേക്ക് വന്നിട്ട് 7 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 7-ാമത്തെ ആണ്ട് 5-ാം മാസം 10-ാം തീയതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവരോട് ദൈവം പറയും, നിങ്ങൾ അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ? അപ്പം ഇപ്പോൾ ഈ യഹൂദായിൽ നിന്ന് പ്രവാസത്തിലേക്ക് വന്നു, പ്രവാസത്തിലാണ് കുറച്ച് വർഷങ്ങളായി എന്നതുകൊണ്ട് അവരുടെ സ്വഭാവം മാറിയിട്ടില്ല, അവരുടെ ജീവിത രീതികൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് ദൈവം ഇവിടെ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവർ തെറ്റുകൾ മനസ്സിലാക്കി തിരിഞ്ഞ് പൂർണ്ണ ആശ്രയം ദൈവത്തിൽ
അർപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ ബോധ്യമായി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇന്ന് പൂർണ്ണമായും ദൈവത്തിലാണ് അവരെങ്കിൽ, ദൈവം ഇങ്ങനൊരു കാര്യം പറയേണ്ട കാര്യം. അപ്പോൾ ഇപ്പോഴും അവർ അത് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പറയാണ്, നിങ്ങൾ അരുളപ്പാട് ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം അറിയുകയില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. എന്നിട്ട് ദൈവം താഴോട്ട് പറയുന്നത്, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിൻ്റെ സംഗതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു, മിസ്രൈം ദേശത്ത് വെച്ച് എന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ. അത് നമുക്കറിയാം, ഹൊറേബിൽ തീ മുൾപ്പടർപ്പ് തീ കത്തുന്നതും അത് കരിഞ്ഞു പോകാതിരിക്കുന്നതും കാണുന്നത് കാഴ്ച കണ്ടിട്ട് മോശ അടുത്തോട്ട് ചെല്ലുകയും മോശയോട് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 3-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ മോശയോട് പറയുന്നത്, ദൂതൻ തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിൻ്റെ ദൈവമാകുന്നു. അപ്പോൾ ഈ ദൈവത്തെ അറിയാത്തൊരു ജനമാണ് മിസ്രൈമിൽ ആ സമയത്ത് ഇസ്രായേലിൻ്റെ മക്കളായിട്ടുള്ളത്. വർഷം 430 അതുപോലെ തന്നെ പല തലമുറകളും മാറി പഴയ ദൈവത്തെ അവർ അറിയാതെയും ഇന്ന് മിസ്രൈമിലെ കാളക്കുട്ടിയടക്കമുള്ള പല ദേവന്മാരെയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ധൂപം കാട്ടുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്ന കാലത്തിലാണ് അവരിരിക്കുന്നത്. മോശ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. മോശ പോലും ആ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. മോശയും അന്നാണ് ഇങ്ങനൊരു ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. കാരണം മോശയുടെ മുൻഗാമികൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണമെന്നില്ല. തലമുറകൾ മാറി മാറി വന്നപ്പോഴത്തേക്ക് ഇത് ലോപിച്ച് ഇന്ന് മിസ്രൈമിലെ ദൈവങ്ങളാണ് അവരുടെ ദൈവങ്ങൾ. അതാണ് പുറപ്പെട്ടു വരുന്ന സമയത്തും അഹരോന്റെ നേതൃത്വത്തിൽ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച കാളക്കുട്ടി എന്നും പറഞ്ഞിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അവർക്ക് ദൈവത്തെ അറിയില്ലായിരുന്നു, മോശയ്ക്കും ദൈവത്തെ. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ അവരോട് ചെന്ന് ആര് എന്ന് പറയണം. അപ്പം അറിയാമെങ്കിൽ ആര് എന്ന് പറയണമെന്നൊരു ചോദ്യമില്ല. അപ്പം അങ്ങനെയാണ് പറയുക, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് പോരാ, അങ്ങനെ പറഞ്ഞാലൊക്കത്തില്ല. എനിക്ക് പേര് അറിയണമെന്ന് പറയാണ്. അങ്ങനെയാണ് യഹോവ എന്ന നാമം, അത് എന്നേക്കും എൻ്റെ ജ്ഞാപകമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ യഹോവ ദൈവം എന്നൊക്കെ കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കാണുന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ ഒരു പ്രസൻസ് കാണുന്നത് ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെടുത്ത് ഇടപെടുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പൊക്കെ ഉള്ള എഴുത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് തോന്നിയിട്ട്, ആരാണ് എഴുതിയത്, മോശയാണെങ്കിൽ മോശ എന്നാണ് പ്രധാനമായി നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന മോശയാണ്. ആരാണ് എഴുതിയതെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അതെല്ലാം അത്രയും വലിയൊരു ചരിത്രം, ആദ്യത്തെ സൃഷ്ടി മുതൽ ഉള്ള ഈ ചരിത്രമെല്ലാം എഴുതിയിരിക്കുന്നത് മോശയാണെങ്കിൽ ആ മോശ എഴുതപ്പെട്ട ദൈവത്തെ സംബന്ധിച്ച് അറിയാവൂ. പക്ഷേ ഒരു ദൈവം യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്, ദൈവത്തെ നമ്മൾ കാണുന്നത് ഈ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ അരുളി ചെയ്തു എന്നാണ്. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും താൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളവിൻ, മിസ്രൈമ ബിംബങ്ങളെ കൊണ്ട് നിങ്ങളെ മലിനമാക്കരുത്, ഞാൻ എത്രയും നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയും ഞാൻ ദൈവമാണെന്ന് പറയുകയും ഇത് ഈ മിസ്രൈമ ബിംബങ്ങളെ കൊണ്ട് നിങ്ങൾ മലിനമാക്കരുത് എന്ന് കൽപ്പിച്ചു. പക്ഷെ അവർ എന്നോട് മത്സരിച്ചു. അപ്പോൾ അവരെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന നാളിൽ ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ചു കൊണ്ടിരുമ്പോഴും അവരോട് ഈ മിസ്രൈമിലെ ബിംബങ്ങളെ കൽപ്പനകൾ കൊടുക്കുന്നുണ്ടല്ലോ, ഞാനല്ല ദൈവം ഉണ്ടാകരുത്, നിങ്ങൾ ഒരു മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ മനുഷ്യരെയോ ഒരു ബിംബം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുതെന്ന് പറയുമ്പോൾ എല്ലാം മിസ്രൈമിലെ ബിംബങ്ങളെയൊക്കെ എറിഞ്ഞു കളയാൻ തന്നെയാണ്. പക്ഷെ അവരെ ചെയ്തില്ല എന്നുള്ളത് ദൈവം ഇവിടെ വീണ്ടും ആവർത്തിച്ച് ഈ ജനത്തോട് ഈ പ്രവാസത്തിൻ്റെ 7-ാം ആണ്ടിൽ യഹൂദ ജനത്തോട് സംസാരിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെയും പ്രവർത്തിച്ചതെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പിന്നെ ഇവരെ ശിക്ഷിക്കുകയും ഇവർ നടത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ദൈവത്തോട് പറയുന്നത്, ഞാൻ അവരെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയത് കാണുകയും ചെയ്ത ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു എന്നാണ്. അപ്പം അല്ലെങ്കിൽ മോശ തന്നെ ഒരു സമയത്ത് ഇവരെ നശിപ്പിക്കാൻ പോകുമ്പോൾ മോശ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവരെ നശിപ്പിക്കരുതേ, അവരെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് കനാൻ ദേശത്ത് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് നീ അവരെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളയും എന്ന് ജാതികൾ പറയും.
അതുകൊണ്ട് നീ അവരെ നശിപ്പിക്കരുതെന്ന് മോശെ തന്നെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാ ദൈവം പറയുന്നത്, ഞാനത് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്നെ വെളിപ്പെടുത്തിയത് കാണുകയും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരികയും ചെയ്ത ജാതികളുണ്ട്. ലോകത്തെല്ലാവരും അത് അറിയുന്നുണ്ട്. പക്ഷെ അവർ നിമിത്തം ഞാനിത് തുടർന്നും പ്രവർത്തിക്കുന്നു എന്നാണ് വായിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് ഞാൻ എൻ്റെ ചട്ടങ്ങളെ അവർ കൊടുത്തു, എൻ്റെ വിധികളെ അവരെ അറിയിച്ചു. അവർ അതുവരെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അറിയേണ്ടതിന് അവർക്ക് ഒരു അടയാളമായിരിക്കും പിന്നെ ശബത്തുകളെയും ബാക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ ശബത്ത് അല്ലെങ്കിൽ അവർ നടന്നു പോകുന്ന ചടങ്ങുകൾ, കാര്യങ്ങളൊന്നും വേറെ ഒരു ജാതിക്കുമില്ല, ലോകത്തൊരു ജാതിക്കുമില്ല, ഈ ഒരു ജാതിക്ക് മാത്രം. അപ്പോൾ അത് ആ വ്യത്യാസം അറിയാൻ വേണ്ടി ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതും അവർ കാര്യമായി ചെയ്തില്ല എന്നുള്ളതാണ് വായിക്കുന്നത്. പക്ഷേ എന്നിട്ട് താഴോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഗ്രഹങ്ങളോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, എങ്കിലും അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, എങ്കിലും അവരെ നശിപ്പിക്കുകയും ഭൂമിയിൽ വെച്ച് അവരെ മുടിച്ചു കളയുകയും ചെയ്യാതെ വണ്ണം എനിക്ക് അവരോട് അയ്യോ ഭാവം തോന്നിയതാണ്. പക്ഷെ അവർ ഇതുവരെ നശിച്ചിട്ടില്ല. ഇപ്പം എത്ര വർഷമായി, എത്ര നൂറ്റാണ്ടുകളായി, എത്ര സഹസ്രാബ്ദങ്ങളായി ഒരു ഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ട ഒരു ജനം, അതായത് രാജ്യമെന്ന നിലയ്ക്ക് മനുഷ്യർ നീങ്ങിപ്പോയിട്ടില്ല, രാജ്യമെന്ന നിലയ്ക്ക് രാജ്യമില്ലാതാകുകയും ആ ജനങ്ങളെല്ലാം ഭൂമിയിലെ സകല ദേശങ്ങളിലേക്കും ജാതികളുടെ ഇടയിലേക്കും ചേർക്കപ്പെട്ടിട്ട് 2000-ഓളം വർഷം ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അവരെ വീണ്ടും അവിടെ കൊണ്ടുവരികയും അവരെ രാജ്യമായിട്ട് ആക്കുകയും ഇന്ന് രാജ്യമായി തന്നെ നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഒരു അയ്യോഭാവം തോന്നി എന്നും ദൈവത്തോട് പറയുന്നുണ്ട്. പിന്നെയും കുറേ കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. ഒരു ദീർഘമായ ഒരു അധ്യായം, 2.5 പേജ് ഉള്ള ഒരു അധ്യായമാണ് ഈ പുസ്തകം. ബാക്കി 49 ഉള്ളൂ. അതിൻ്റെ 25-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു എന്നാണ്. അപ്പോൾ ഇതെല്ലാം ആദ്യം കൊടുത്ത വിധികളും ചട്ടങ്ങളെല്ലാം അവർക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനും ജീവരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നശിക്കാൻ വേണ്ടിയുള്ള ചട്ടങ്ങളും ഇതൊക്കെ കൊടുത്തു എന്നാണ്. ഞാൻ യഹോവ എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളാൽ അശുദ്ധമാക്കി. അതുകൊണ്ട് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നതിൽ എന്നെ ദുഷിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ദൈവത്തെ ദുഷിക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ദുഷിക്കുന്നത്? നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രവൃത്തികൾ ദോഷമാകുമ്പോൾ നിങ്ങളുടെ ദൈവത്തിന് ആണ് ദോഷം വരിക. നിങ്ങളുടെ പ്രവൃത്തികളും വർത്തമാനങ്ങളൊക്കെ നന്നായിരുന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് മഹത്വം ലഭിക്കും. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ ദോഷമാവുകയും അത് മറ്റുള്ളവർ കാണുമ്പോൾ ഇവനാണോ ദൈവത്തിൻ്റെ, ഇവൻ്റെ ദൈവം ഇന്ന ആളുടെ, ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് അവരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ദൈവം തന്നെ അവിടെ പറയുകയാണ്. എന്നിട്ട് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈയോർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാനവരെ കൊണ്ടുവന്ന ശേഷം അവരെല്ലാ കുന്നും തഴച്ച സകല വൃക്ഷവും നോക്കി അവരുടെ ഹനന ബലികളെ അർപ്പിക്കുകയും കോപഹേതുകമായ വഴിപാട് കഴിക്കുകയും സൗരഭ്യവാസന നിവേദിക്കുകയും പാനീയ ബലികളെ പകരുകയും ചെയ്തു എന്ന് ദൈവം അവിടെ പറയുകയാണ്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം, നിങ്ങളുടെ പിതാക്കന്മാരുടെ മര്യാദ പ്രകാരം നിങ്ങളെ തന്നെ അശുദ്ധമാക്കുവാനും അവരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുവാനും പോകുന്നുവോ? ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുകയില്ല. നിങ്ങളുടെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കുകയില്ല. നിങ്ങൾ കുറുക്ക് വഴികൾ അന്വേഷിക്കുകയാണ്, കുറുക്ക് വഴികൾ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളുകയില്ല എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. വീണ്ടും കർത്താവ് സംസാരിക്കുന്നത്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. മിസ്രയീം ദേശത്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കും. ഞാൻ നിങ്ങളെ കോലിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അവർ ചെന്ന് പാർക്കുന്ന ദേശത്ത് നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. എങ്കിലും ഇസ്രായേൽ ദേശത്ത് അവർ കടക്കുകയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പിന്നെയും പറയുന്നുണ്ട്, പിന്നത്തേതിൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ, ഇസ്രായേലിൻ്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് വെച്ച് എന്നെ സേവിക്കുമെന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. അവിടെ ഞാൻ അവരെ സ്വീകരിക്കും. അവിടെ ഞാൻ നിങ്ങളുടെ വഴിപാടുകളെയും ആദ്യദാനങ്ങളെയും സകല നിവേദ്യങ്ങളെയും ആഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും. എത്രയോ കാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ്
ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ ജാതികൾ കാണുക നിങ്ങളെ വിശുദ്ധീകരിക്കപ്പെടും. ഇന്ന് ജാതികളുടെ ഇടയിൽ ഈ ദൈവത്തെ അറിയാമോ എന്ന് പോലും അറിയില്ല. അറിയാവുന്ന ഇടയിൽ ഇസ്രായേലിന്റെ പ്രവൃത്തിയാൽ ഈ ലോകം മുഴുവനും ഇസ്രായേലിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലൂടെ ആ ദൈവത്തെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ ദൈവത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു ദുഷ്പേരാണ് ലഭിക്കുന്നത്. ഇന്ന് ഇസ്രായേൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, അല്ലായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഒരു അവസ്ഥ എന്തെന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിന് അറിയാവുന്നത്. എന്നാൽ പ്രവചനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ദൈവമാണ് ഇതിന് ഒരു അവസാനമായി ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ എത്തിച്ചേരേണ്ടത്. അത് ദൈവം ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതും പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാനും പറ്റും. പിന്നെ അതിൻ്റെ താഴോട്ട്, മനുഷ്യപുത്ര, നിന്റെ മുഖം തെക്കോട്ട് തിരിച്ച് ദക്ഷിണ ദേശത്തോട് പ്രസംഗിച്ച് തെക്കേ ദിക്കിലെ കാട്ടിനോട് പ്രവചിച്ച് തെക്കുള്ള കാടിനോട് പറയേണ്ടത്, ഞാൻ നിനക്ക് തീ വെക്കും, അത് നിന്നിൽ പച്ചയായുള്ള സകല വൃക്ഷത്തെയും മുടങ്ങിയിരിക്കുന്ന സകല വൃക്ഷത്തെയും ദഹിപ്പിച്ച് കളയും, ജ്വലിക്കുന്ന ജ്വാല കെട്ടുപോകുകയില്ല. എനിക്ക് തോന്നുന്നു അത് അവിടെ ഇരുന്നിട്ട് ഈ യഹൂദായിലേക്ക് നോക്കി പറയാനുള്ള കാര്യം. കാരണം വെച്ചാൽ അവിടെ സിദെക്കീയാവിൻ്റെ കാലമൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണ് അവിടെ ഈ യെരുശലേം ദേവാലയം തീ കത്തിക്കപ്പെടുന്നതും പട്ടണം ഒക്കെയും തീ കത്തിക്കുന്നു, വീടുകൾ തീ കത്തിക്കുകയൊക്കെ ചെയ്യാനിരിക്കുന്ന സംഭവം വരാനിരിക്കുന്നേ. അപ്പോൾ അവിടെ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് തന്നെ ആയിരിക്കും, യഹോവയെ ഞാൻ അത് കത്തിച്ചു എന്ന് സകല ജഡവും കാണും, അത് കെട്ടുപോകുകയില്ല. അയ്യോ യഹോവയായ കർത്താവേ, ഇവൻ മറപൊരുളല്ലോ പറയുന്നത് എന്ന് അവർ എന്നെക്കുറിച്ച് പറയും. ഇതിപ്പം പറയുന്നതൊന്നും അവർ ഗ്രഹിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകൻ എന്തുമാത്രം പറഞ്ഞു, അപ്പോൾ അപ്പോഴും അവർ ഗ്രഹിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ കാലം അവിടെ നടക്കുകയാണ്. യഹൂദായിൽ യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ യിരെമ്യാ പ്രവാചകന്റെ കാര്യത്തിൽ അവർ മറപൊരുളല്ലോ പറയുന്നതാണ്. അതായത് നേരെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്, ഇത് നടക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതൊന്നും നടക്കത്തില്ല, യഹോവയുടെ ഒരു അനർത്ഥവും വരുത്തുകയില്ല എന്ന് മറ്റേ കള്ളപ്രവാചകന്മാർ അവിടെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ദൈവം ഇവിടെ ഈ ജനത്തോട്, പ്രവാസിലായിരിക്കുന്ന ജനത്തോട് സംസാരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ വായനാ ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. യേശുക്രിസ്തു ഇവിടെ ഇടർച്ചകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അത് മനുഷ്യരാൽ ഉണ്ടാകുന്ന ഇടർച്ചകളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഇടർച്ച നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും നിന്ന് ഇടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത് വരാതിരിക്കുന്ന അസാധ്യം, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. നമ്മൾ സമൂഹമായിട്ട് സഹോദരിമാരായിട്ടൊക്കെ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഇടർച്ചകൾ വരും. ഇപ്പം ക്രിസ്തുവിന് വന്നൊരു ഇടർച്ചയാണ് പത്രോസ് ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം, അങ്ങനെ നീ മരിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്ന് നമുക്ക് ക്രിസ്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇടർച്ചകൾ. അതുപോലെ പിന്നെ യൂദാസ് തൻ്റെ സ്വന്തം സഹോദരനായിട്ട് ബാക്കി 12 പേരെ പോലെ ഒരുപോലെ ഇരിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇരുന്ന ക്രിസ്തു സ്നേഹിച്ച ഒരു സഹോദരൻ, ശിഷ്യൻ തന്നെ ഒറ്റുകൊടുക്കുമ്പോൾ ആ സമയം സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവിന് പോലും ഒരു മാറുകയാണ്. ക്രിസ്തു നിന്ദിക്കപ്പെടുകയാണ്. കൊണ്ട് നടന്നവൻ തന്നെ അവനെ പറ്റിച്ചു എന്ന് പറയുമ്പം അത് ക്രിസ്തുവിനുണ്ടാകുന്ന നിന്ദ ഭയങ്കരമാണ്. അപ്പം അങ്ങനെ ഒരു ഇടർച്ച, അതൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യമാണ് എന്നാണ്. എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അത് ഇപ്പം ഈ യൂദായുടെ കാര്യത്തിൽ അത് ആർക്കാണ് കഷ്ടം? അത് വരുത്തിയവന് അത് കഷ്ടമായി തീർന്നു. അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് കാര്യം ക്രിസ്തു പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് കെട്ടി അവൻ്റെ കഴുത്തിൽ അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാമെന്നാണ്. അപ്പോൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇതുവരെ നിന്നോട് ക്ഷമിച്ചു, ഇനി എനിക്ക് ക്ഷമിക്കാനൊക്കില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ ക്ഷമിക്കുന്നത് അൺലിമിറ്റഡാണ്. ക്ഷമ ചോദിച്ചു അവൻ മാനസാന്തരപ്പെട്ടു, അവൻ ക്ഷമ ചോദിച്ചാൽ 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണമെന്നാണ് ക്രിസ്തു പറയുന്നത്. പിന്നെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഉള്ള വിശ്വാസം, അത് കടുകുമണിക്കകത്ത് ഒരു എയർ സ്പേസ് ഇല്ല,
വേക്കൻറ്റ് സ്പേസ് ഇല്ല. ഫുൾ കടുകിൻ്റെ തന്മാത്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് കടുക്. വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും, നിങ്ങൾക്ക് സാധിക്കും. അത് ആണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദാസൻ വയലിലൊക്കെ ഉഴുതൊക്കെ വരുമ്പോൾ അവനോട് പറയുകയാണ്, നീ ഇരിക്കുക എന്ന് അവനോട് പറയുമ്പോൾ, അല്ല, എനിക്ക് അത്താഴം ഒഴുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്നല്ലേ പറയുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. തന്നോട് കൽപ്പിച്ചതൊക്കെ ആ ദാസൻ ചെയ്തിട്ട് ദാസൻ അവന് നന്ദി പറയുകയില്ല. ഈ യജമാനൻ ആ ദാസനോട് നന്ദി പറയുകയില്ല. എന്തുകൊണ്ടാണ്? അതവൻ്റെ ജോലിയാണെന്നുള്ള കാര്യമാണ്. ഇവിടെ അതിന് പറയുകയാണ്, അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയും. അപ്പോൾ ആ വയലിൽ നിന്ന് വന്ന അയാൾ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടും തൻ്റെ യജമാനന് ആഹാരം ഉണ്ടാക്കിയൊക്കെയും കൊടുത്ത് ആഹാരം യജമാനൻ കഴിച്ചതിന് ശേഷം താൻ കഴിക്കുന്നത് പോലെ നമ്മളും ചെയ്തുകൊണ്ട് ഒരിക്കലും ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തു അല്ലെങ്കിൽ ഞാൻ വളരെ കേമമായ കാര്യം ചെയ്തു എന്നൊരിക്കലുമുള്ള ചിന്ത വേണ്ട. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പലപ്പോഴും ഞാൻ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല എന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ പൂർണ്ണമായി ചെയ്തില്ല, ഞാൻ ദൈവം ആഗ്രഹിച്ച പോലെ ആയിട്ടില്ല, ഈ മനോഭാവമാണ് വേണ്ടത്. ഞാൻ ദൈവം പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ എന്ന് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. അതാണ് യഥാർത്ഥത്തിലെ അവസ്ഥ. പക്ഷേ ക്രിസ്തു പറയുന്നത്, അവിടെ പറഞ്ഞത് ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന മനോഭാവമേ ഉണ്ടാകാൻ പാടുള്ളൂ. സത്യത്തിൽ അതല്ല, ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ. അതിനിടയ്ക്ക് യെരുശലേമിലേക്ക് പോകുമ്പം ശമരിയയ്ക്കും ഗലീലയ്ക്കും നടുവിൽ ഇങ്ങനെ പോകുമ്പോൾ കുഷ്ഠരോഗികളായി 10 പുരുഷന്മാർ വന്ന് യേശുവേ നായക ഞങ്ങളോട് കരുണയുണ്ടാകണം എന്ന് പറയും. അപ്പം അവരോട് പറയും, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്ക്. അപ്പം അങ്ങനെ പോകുന്ന വഴി തന്നെ ഒരു ശുദ്ധരായി തീർന്നു. അപ്പോൾ അവർ 10 പേരും സൗഖ്യമായി, കുഷ്ഠരോഗം സൗഖ്യമായി. ഒരാൾ 10-ൽ ഒരാൾ മാത്രം തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണ് യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞു. അവനോ ശമരിക്കാരനായിരുന്നു. അപ്പോൾ ക്രിസ്തു ചോദിക്കണം, 10 പേർ ശുദ്ധരായില്ലേ, പിന്നെ ഈ ഒരു ശമരിക്കാരനല്ലാതെ, ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ആ 10 പേർക്കും സൗഖ്യം ലഭിച്ചപ്പോൾ അതിലൊരുവൻ, അതും അന്യജാതിക്കാരനായ ശമരിയക്കാരനായ ഒരുവൻ മാത്രമാണ് നന്ദി പറയാൻ വേണ്ടി വന്നത്. ഇപ്പോൾ ക്രിസ്തു അവനോട് പറഞ്ഞ്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ഇതിനടുത്ത ഒരു സംഭവം നടക്കുന്നത്, ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് പരീശന്മാർ ചോദിക്കുകയാണ്. ദൈവരാജ്യം കാണത്തക്ക വരണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. വലിയൊരു ആശയമാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നൊരു വലിയ ആശയമാണ്. ആ ആശയം ദൈവരാജ്യത്തിൽ എങ്ങനെയാണോ നമ്മൾ ആകുന്നത് അതുപോലെ ഉള്ള രീതിയിൽ നമുക്കിവിടെ ജീവിക്കാൻ ശ്രമിക്കാമെന്നുള്ള ആശയം അതിനകത്തുണ്ട്. ദൈവരാജ്യം ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഇനി വേറൊരു സ്ഥലത്തു നിന്ന് വരുന്നതോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതോ അല്ല. മറിച്ച് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിനക്ക് നിൻ്റെ സന്തതിക്കും നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി തരും എന്ന് പറഞ്ഞ ആ ഭൂമിയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതും. പിന്നെ മൂന്നാമതൊരു കാര്യം, ഈ ദൈവരാജ്യത്തിൽ ഉള്ളവർ ഇപ്പോൾ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യത്തിന് യോഗ്യരായവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശയവും കൂടെ അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാം. പിന്നെ ക്രിസ്തുവിന് അതിനുപരിയായി വേറെ എന്തെങ്കിലുമൊക്കെ ആശയം മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ 3 കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായും ഉണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്നിട്ട് ശിഷ്യന്മാരോട് പിന്നെ എൻ്റെ പറയാണ്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. അന്ന് നിങ്ങളോട് ഇതാ അവിടെയെന്നും അതാ ഇവിടെയെന്നും ഒക്കെ പറയും, നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. അപ്പം ക്രിസ്തു വരുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആരംഭത്തെ സംബന്ധിച്ച് ഒക്കെയും പറയുമ്പോൾ നിങ്ങൾ അവിടെ അന്വേഷിച്ച് ഇവിടെ അന്വേഷിച്ചൊന്നും പോകരുത്.
നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നോ അവരെല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോകത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോകത്ത് സോതം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിപ്പിച്ചു കളഞ്ഞതുപോലെ. അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ, രണ്ട് ദൃഷ്ടാന്തങ്ങൾ, രണ്ട് സംഭവങ്ങൾ നടന്ന കാര്യങ്ങൾ ഇവിടെ ക്രിസ്തുവോട് ഓർമ്മിപ്പിക്കുകയാണ് അവർ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അതുപോലെ തന്നെ സംഭവിക്കും. അന്ന് വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിലിരിക്കുന്നവരും പിന്നോക്കം തിരിയരുത്. ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. ലോകത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത്, ഓടിക്കോളാൻ പറഞ്ഞു. ലോകത്ത് കുറേ കഴിഞ്ഞപ്പം തിരിഞ്ഞു നോക്കി, താൻ താമസിക്കുന്ന സ്ഥലത്തിന് എന്ത് പറ്റി, എന്താണ് സംഭവിക്കുന്നത് തിരിഞ്ഞു നോക്കി. അവിടെ ഉപ്പ് തൂണായിപ്പോയി. ആ ഉപ്പ് തൂണായിപ്പോയ ലോകത്തിൻ്റെ ഭാര്യയെ പിന്നെ വീണ്ടെടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഉപേക്ഷിച്ചിട്ട് ലോകത്തിൻ്റെ രണ്ട് പെൺമക്കളും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോകത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുകയും തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് ഞാൻ വരുന്ന നാളിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു അവിടെ ശിഷ്യന്മാർക്ക് ആദ്യം വന്ന് ചോദിക്കുന്നത് പരീശന്മാരാണ് വന്ന് ചോദിക്കുന്നത്. എന്നാൽ അതിനെ തുടർച്ചയായിട്ട് പരീശന്മാരത് കേട്ടിട്ടങ്ങ് പോയി കാണും. അതിൻ്റെ തുടർച്ചയായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് വായിച്ചത്. അപ്പോൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് കൃത്യമായ പിക്ചർ അത് പഴയ നിയമകാലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയില്ലെങ്കിലും പുതിയ നിയമപുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലും അപ്പോസ്തലന്മാരുടെ വാക്കുകളിലും കൂടെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ഇതൊരു മർമ്മമാണ്, ഈ മർമ്മം മറഞ്ഞു കിടന്ന മർമ്മമാണ് എന്നാണ് നമ്മളോട് വചനം സംസാരിക്കുന്നത്. എന്നാൽ ഈ മറഞ്ഞു കിടന്നതല്ല. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിനക്കും നിൻ്റെ സന്തതിക്കും നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി തരും എന്ന ആ ദൈവരാജ്യത്തെ, അതായത് ആ ഏദനിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കുകയാണ്. ഏദനിൽ നഷ്ടപ്പെട്ടതും ഏദനിലേക്ക് കടന്നു വന്നുമായ മരണം. അപ്പം മരണം അവിടെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മരണമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ കടന്നു വന്ന മരണത്തെ പൂർണ്ണമായി നീക്കുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് പ്രധാനമായും നിത്യജീവൻ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ക്രിസ്തു പ്രാപിച്ച സംഗതി, അല്ലെങ്കിൽ ഇനി ക്രിസ്തുവിൻ്റെ വരവിൽ ആരംഭിക്കുന്ന പുതിയ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കണ്ടുവരുന്നത്. അതെല്ലാം നിത്യജീവനിലെ ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് ഏദനിൽ നഷ്ടപ്പെട്ടതാണ്, ആദമിലൂടെ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെടുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ദൈവം ആഗ്രഹിച്ചത് അത് തന്നെയാണ്, ഈ മനുഷ്യരെല്ലാവരും നിത്യമായി ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ. അത് അന്ന് സാധിച്ചില്ല. എന്നാൽ അത് ക്രിസ്തുവിലൂടെ അത് സാധിക്കുകയും ക്രിസ്തുവും ദൈവവും തൻ്റെ വ്രതന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ എന്നും എന്നേക്കും ഈ ഭൂമിയിൽ ശാശ്വതമായി ലഭിക്കുന്ന ഭൂമിയിൽ അബ്രഹാമിനോടും അബ്രഹാമിൻ്റെ പുത്രനോടും കൂടെ വസിക്കുന്ന ഒരു നല്ല നാളുകൾ, കണ്ണീരില്ലാത്ത, കരച്ചിലില്ലാത്ത, പല്ലുകടിയില്ലാത്ത, അസൂയയില്ലാത്ത, സന്തോഷവും പ്രമോദം സന്തോഷമല്ല, അതിനേക്കാൾ ഉയർന്ന വാക്ക് പ്രമോദം മാത്രമുള്ള, എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു നല്ല നാളേക്കുള്ള ക്ഷണമാണ് ഈ ബൈബിൾ. അത് തിരിച്ചറിയുക, ആ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മളെ ചിന്തകളെ കൊണ്ടുവരിക. ദൈവം അത് നമുക്ക് കാണിച്ചു തരും. ദൈവം നമ്മളതിൽ പ്രവേശിപ്പിക്കും. അതിന് നമുക്കുണ്ടാകേണ്ടത് അറിവും വിശ്വാസവുമാണ്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും, വിശ്വാസം തെറ്റിയാൽ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അറിവ് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും? ആ അറിവ് മനസ്സിലാക്കാൻ ഒരു പുരോഹിതനോടോ ഒരു പാസ്റ്ററോടോ ഒരു ശുശ്രൂഷകനോടോ ഒരു പ്രവാചകനോടോ ഒക്കെ ചോദിക്കുന്നതിലുപരിയായി അവരുടെയൊക്കെയും കൃത്യമായ ഗൈഡൻസിലൂടെ നമുക്ക് ബൈബിളിൽ നിന്ന്, ഇനി അവർ പറയുന്നത് തെറ്റാണെങ്കിൽ, അത് ബൈബിളിൽ നിന്ന് പറയുന്നതിനേക്കാൾ തെറ്റാണെങ്കിൽ അത് ത്യജിക്കുകയും ബൈബിളിലെ സ്വീകരിക്കുകയും ചെയ്യുവാൻ നമുക്ക് വളരെ കർശനമായ മനസ്സുണ്ടാകണം. അപ്പോൾ ബൈബിളിൽ പറയാത്തൊരു കാര്യം, അത് പൗലോസ് പറയുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ പറയാത്ത മറ്റൊരു സുവിശേഷം, ഞങ്ങൾ പറയാത്ത മറ്റൊരു യേശുവിനെ നിങ്ങളോട് പ്രസ്താവിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ്റെ വാക്ക് കേൾക്കരുതെന്നാണ്
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കുള്ള കൽപ്പനയും ഉപദേശവുമാണത്. നമ്മളിനി സ്വർഗത്തിൽ ദൂതൻ വന്ന്, ഇപ്പം ദൈവം തമ്പുരാൻ വന്ന് ഈ പറഞ്ഞിരിക്കുന്ന, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിരുദ്ധമായ ഒരു കാര്യം അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ പറയില്ല. എന്നാൽ അങ്ങനെ വന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ വാക്യമില്ല, ഞാൻ ഈ പറഞ്ഞ ദൈവത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിന് ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. അവിടെ പറയും ദൈവദൂതന്മാരുടെ കാര്യം. ദൈവദൂതൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കരുതെന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉപദേശത്തിന് പുറകെ അല്ല, പുസ്തകത്തിൻ്റെ ഉപദേശത്തിന് പുറകെ പോകുവാനാണ് ഇത് എഴുതി എല്ലാ ഭാഷകളിലും നമുക്ക് തന്നിരിക്കുന്നത്. ഒരു 180 അല്ലെങ്കിൽ ഒരു കുറച്ച് 180 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇങ്ങനത്തെ അവസരമില്ല. നമ്മുടെ ഭാഷയിൽ ബൈബിളില്ല. അക്കാലത്ത് കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ കേട്ടതിൽ എന്തെങ്കിലും പിശക് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ അവരുടെ കയ്യിൽ, അവരുടെ ഭാഷയിൽ ബൈബിളില്ല. മറ്റ് ഇംഗ്ലീഷ് വരെയുള്ള ഭാഷകളിലെ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഷ മലയാളികൾക്ക് വശമായിരുന്നില്ല. അതുകൊണ്ട് ആ കാലത്ത് എന്തെങ്കിലും തെറ്റായ ഉപദേശങ്ങളോ തെറ്റായ അറിവുകളോ കടന്നിട്ടുണ്ടെങ്കിൽ ആ അറിവുകൾ തലമുറയായി കൈമാറിയിട്ടുണ്ട്. ഇന്ന് ജീവിക്കുന്നവരിലും ആ തെറ്റായ അറിവുകൾ ഉണ്ടാകാം. അത് പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾക്കാണ്, അല്ലെങ്കിൽ അത് മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഉള്ളപ്പോൾ നമുക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു തന്നിട്ടാണ്, എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടാണ്, അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടാണ് എന്നൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിലും ചെന്നിട്ട് നമുക്കിത് പറയാനൊക്കത്തില്ല. നമ്മൾ കുറ്റക്കാരായി തന്നെ നിൽക്കും. അപ്പം അങ്ങനെ കുറ്റക്കാരായി നിൽക്കാതിരിക്കണമെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു എന്ന് അന്വേഷിക്കുവാൻ ഉള്ള മനസ്സ് കാണിക്കണം. അത് വളരെ ഗൗരവതരമായ വിഷയമാണെന്ന് ഈ സമയം ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഇരുന്ന് കടന്നു പോകാൻ ദൈവം ഇടയാക്കി. അങ്ങനൊരു ചിന്ത നമുക്ക് ചിന്തിക്കുവാനും ദൈവം ഇടയാക്കി. അത് യാഥാർത്ഥമായ ദൈവികമായ ചിന്തയിലേക്ക് നമ്മളെ ഓരോരുത്തരും തിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.